ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ആദ്യമായിട്ടിടുന്ന ഒരു വീഡിയോ ആണിത്. എന്തെങ്കിലും കുറ്റമോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്നൊരു മാങ്ങാ പച്ചടിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ കുറച്ച് വലിയ മാങ്ങയാണിത്. പുളിയില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ മാങ്ങാ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മാങ്ങ ഇത്രയും കട്ട് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിക്കുക. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. തൈര്, കറിവേപ്പില, ഉപ്പ്, കടുക്, തേങ്ങ, ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളറൊക്കെ ഉണ്ട് ഈ മാങ്ങയ്ക്ക്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് തിരുമ്മി വെക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് അത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 കറിവേപ്പില, കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്താൽ മതി. തൈര് ചേർക്കാനുള്ളത് കൊണ്ട് വെള്ളം കൂടിപ്പോകരുത്. അപ്പോൾ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ 2 ചെറിയ പച്ചമുളക് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഈ അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ആ തേങ്ങയുടെ മിക്സൊക്കെ ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. വേറെ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് തൈരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പച്ചടി റെഡിയാവും. പിന്നെ നമുക്കൊരു താളിക്കലും കൂടെ ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തൈര് ചേർത്ത് കൊടുക്കുക. നല്ല കട്ട തൈരാണ്, പുളിയില്ലാത്ത തൈരാണ്. പുളി കൂടുതലുള്ള തൈരെടുത്താൽ പച്ചടിക്ക് പുളി കൂടുതലാവും. മാങ്ങ ആയതുകൊണ്ട് അതുകൊണ്ട് പുളിയില്ലാത്ത തൈര്. അപ്പോൾ തൈരും കൂടെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ചൂട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി ഒന്ന് താളിച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്, വറ്റൽമുളക്, 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, മാങ്ങാപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കണം. നല്ല ടേസ്റ്റാണ്. കുക്ക് ചെയ്യാനൊന്നും വേണ്ട. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ചോറിൻ്റെ കൂടെ കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.